സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഗെയിം ഓപ്പൺ. സോ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. ഇന്നത്തെ വീഡിയോ വെച്ചാൽ ഞാൻ എങ്ങനെയാണ് നിങ്ങളെ പി സിയിൽ അല്ലെങ്കിൽ ലാപ്ടോപ്പിൽ വീഡിയോ എഡിറ്റ് ചെയ്യാൻ വാൾപേപ്പർ സെറ്റ് ചെയ്യാമെന്നാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരാൻ പോണത്. സോ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് ആകെ 10 സബ്സ്ക്രൈബേഴ്സ് ഉള്ളൂ. നിങ്ങളൊരു 11 സബ്സ്ക്രൈബേഴ്സ് അല്ലെങ്കിൽ നിങ്ങൾ കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യൂ ഗൈസ്. സബ്സ്ക്രൈബ് ചെയ്തവർ കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തു എന്ന്. സോ നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന്. സോ നിങ്ങൾ ഓൾറെഡി ഒരു വാൾപേപ്പർ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഇവിടെ ഒന്ന് അടിച്ചു വിട്ടോളുക. സോ നമ്മൾ ഇവിടെ വിൻഡോയിൽ പോവുക. വിൻഡോയിൽ പോയിട്ട് പെയിൻറ്റിൽ പോയിട്ട് ജസ്റ്റ് വരച്ചുണ്ടാക്കുക. എൻ്റെ വാൾപേപ്പറാണല്ലേ, കുറച്ച് കൂളാണ്. സോ നിങ്ങൾക്ക് ഇവിടെ നിന്ന് വരച്ചുണ്ടാക്കുക. എന്നിട്ട് ബാക്ക് അടിക്കുമ്പോൾ സേവ് ചെയ്യാൻ മറക്കരുത്. സേവ് ചെയ്തില്ലെങ്കിൽ ഞാൻ ഉത്തരവാദിയല്ല. സോ ഇഫ് യു ആർ നോട്ട് മീ ഗെറ്റ് ഔട്ട് ഓഫ് മൈ കമ്പ്യൂട്ടേഴ്സ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങൾ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് പേഴ്സോണൈസേഷൻ എന്ന് കാണാൻ കഴിയുന്നില്ലേ? സോ അതൊന്ന് ക്ലിക്ക് ചെയ്യുക. ഒരു മിനിറ്റ്. ഓക്കെ, അതൊന്ന് ക്ലിക്ക് ചെയ്യുക. സോ അപ്പോൾ സെറ്റിങ്സിലേക്ക് പോകും. അതല്ലെങ്കിൽ നിങ്ങൾ വിൻഡോസിൽ പോവുക. എന്നിട്ട് സെറ്റിങ്സ് എടുക്കുക. സെറ്റിങ്സ് ഒരു ഫോൾഡറിലാണ് എൻ്റെ. സോ സെറ്റിങ്സ് എടുക്കുക. എന്നിട്ട് സെറ്റിങ്സിൽ പോയിട്ട് നിങ്ങൾ പേഴ്സണലൈസേഷൻ നേരത്തെ കണ്ട ഒരു ഓപ്ഷനില്ല, അത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ട ഒരു പെയിൻറ്റിങ് ബ്രഷിൻ്റെ ഇതിലാണ്. എന്നിട്ട് ബാക്ക്ഗ്രൗണ്ട് കൊടുക്കുക. സോ നിങ്ങൾക്ക് ഇവിടെ കുറേ കാണാവുന്നതാണ്. സോ ഇതിൽ നിന്ന് ക്ലിക്ക് ചെയ്തെടുക്കാം. സോ നിങ്ങൾക്ക് ഇങ്ങനെ കാറിൻ്റെയൊക്കെ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ആപ്പ് ഉണ്ട്, വാൾപേപ്പേഴ്സ് കിട്ടുന്നുണ്ട്. സോ അത് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ വരച്ചതാണ് വേണ്ടെങ്കിൽ ബ്രൗസ് ഫോട്ടോ പോവുക. അപ്പോൾ നിങ്ങൾക്ക് വേണ്ട ഫയൽ ചൂസ് ചെയ്താൽ ഇങ്ങനെ കിട്ടും. സോ ഇതിനകത്ത് ഇതാണ്. സോ ഇത് മാറ്റിയിട്ട് ഞാൻ ഇട്ട് തന്നെ ആക്കാം. ഓക്കെ, ബാക്ക്ഗ്രൗണ്ട്സ് പോവുക. നേരത്തെ ഇട്ട് ഞാൻ ക്ലിക്ക് ചെയ്തു. സോ അതാക്കിയിട്ടുണ്ട്. സോ ഒരു ആപ്പിനെ കുറിച്ച് ഞാൻ പറഞ്ഞു തരാം. ആൻഡ് ഇത് കണ്ടില്ലേ? ഓക്കെ, ഞാൻ കാണിച്ചു തരാം. ബാക്ക്ഗ്രൗണ്ട്സ് ഇവിടെ കാണണ്ടോ? കുറേ കാറിനൊക്കെ കാണാൻ കഴിയുന്നുണ്ട്. ഇതൊരു പോർഷൻ്റെ ആണ്. ആൻഡ് ഇതിങ്ങനെ മാറിക്കൊണ്ടിരിക്കും. പക്ഷേ എളുപ്പമൊന്നും മാറില്ല. അരമണിക്കൂറൊക്കെ കഴിയുമ്പോഴാണ് മാറാൻ തോന്നുന്നുണ്ട്. സോ അത് ഞാൻ മാറുമ്പോൾ ഞാനൊരു ഫോട്ടോ ജസ്റ്റ് കാണിച്ചു തരാം. സ്ക്രീൻഷോട്ടല്ല. സോ ആപ്പ് മൈക്രോസോഫ്റ്റ് സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുക. അത് നിങ്ങൾക്ക് ഇവിടെ കാണാം, സെർച്ച് ചെയ്താൽ കാണാം, അല്ലെങ്കിൽ താഴെ ഒരു ബാറിൽ കാണാവുന്നതാണ്. സോ ഞാൻ ഒരു മിനിറ്റ് ഇവിടെ നിന്ന് ഇത് ചെയ്യട്ടെ. സോ ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾ കണ്ടില്ലേ, ഈ ഒരു വാൾപേപ്പർ കണ്ടില്ലേ? സെറ്റാണ്, ഭയങ്കര ഗ്രാഫിക്സ് ഉണ്ട്. പക്ഷേ എൻ്റെ ലാപ്ടോപ്പിൽ തീരെ ഗ്രാഫിക്സ് ഇല്ലാത്തതാണ്. സോ വിൻഡോസിൽ പോവുക, എന്നിട്ട് സെർച്ച് ചെയ്യാം. ഡൗൺലോഡ് ചെയ്തിട്ടേ കിട്ടുള്ളൂ. ഫ്രീ കാർ വാൾപേപ്പർ HD എന്നാണ്. ഞാൻ ഈ ഒരു ടൈമിൽ കണ്ടില്ല. ഓക്കെ കണ്ടു. ഇതാണ് ആപ്പ്. സോ ഒരു ലംബോർഗിനിയൊക്കെ കാണുന്നുണ്ട്. ഇവിടെ കുറേ ഫോട്ടോസ് കാണാം. സോ ഇവിടെ നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് എടുക്കാവുന്നതാണ്. നിങ്ങൾക്കിത് ലൈക്ക് ചെയ്യാം, ഫേവറേറ്റ്സിലിടാൻ പറ്റും. ഈ നിങ്ങളെ വാൾപേപ്പർ ഇതിൽ നിന്ന് ചൂസ് ചെയ്തിട്ട് ഇതിലുള്ള GTR-ഉം പോർഷൻ്റെ ലാപ്പിലില്ലാന്ന് തോന്നുന്നു. സൂപ്പറൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. നല്ല ഗ്രാഫിക്സാണ്. ഇങ്ങനെ സ്ക്രീൻഷോട്ടിൽ അല്ലെങ്കിൽ സ്ക്രീൻ റെക്കോർഡിൽ നിങ്ങൾക്ക് തോന്നുള്ളൂ. ഇത് കണ്ടില്ലേ എന്തൊരു ഗ്രാഫിക്സാണ്, ഒരുമാതിരി ഫോർസ കളിക്കണ പോലെ ഉണ്ട്. സോ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. സോ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് കുറേ വീഡിയോസ് ഇനി വരും, ഷോർട്സ്. ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു ഷോർട്സ് നിങ്ങൾക്ക് എന്തൊരു കമൻറ്റ് അല്ലെങ്കിൽ കണ്ടൻറ്റ് കിട്ടുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് പറയാൻ വേണ്ടിയിട്ട്, ഫ്രീ ഫയറിൽ കളിക്കാൻ വേണ്ടിയിട്ട്. സോ ഞാൻ ഫ്രീ ഫയറും കളിക്കുന്നുണ്ട്. PC ഉണ്ട്, പക്ഷെ വീഡിയോ ഇടുമ്പോൾ ഭയങ്കര ലാഗാണ്. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഒതുങ്ങി കളിക്കണം. പക്ഷേ ഇപ്പം എഡിറ്റ് ചെയ്യണ ഒരു ആപ്പ് ഉണ്ട്, അതിൻ്റെ സ്ക്രീൻ റെക്കോർഡ് സീനാണ്. ലാഗൊന്നുമില്ല, അപ്പോൾ എനിക്ക് കളിക്കാൻ കഴിയുന്നുണ്ട് ഇപ്പോൾ. സോ അങ്ങനെ വീഡിയോ വരുന്നതാവും. സോ നിങ്ങൾ ഈ പോർഷൻ്റെ വേറൊരു ലുക്ക് നോക്ക്. ഓക്കെ, ഇത് കണ്ടില്ലേ? ബൈ ഗൈസ്.